അതെ, മോഡി വി ഡി ഡീല് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ആ മോഡി വി ഡി ഡീലിലാണ് കേരളത്തിൽ ഉണ്ടായത്. അതിൽ അദാനിക്കും വലിയ പങ്കുണ്ട്. ആ പങ്കാണല്ലോ മംഗലാപുരം യാത്രയിലൂടെ ചാർട്ടേഡ് വിമാനത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ്. അപ്പൊ ഇതെല്ലാം ഹ്യൂജ് മാനിപ്പുലേറ്റഡ് ആണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടുള്ള ഉദ്യോഗസ്ഥനെ പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആക്കുന്നു, തുറമുഖ വകുപ്പിന്റെ സെക്രട്ടറി ആക്കുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു, തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു, മുഖ്യമന്ത്രിയാകുന്നു. ഇപ്പൊ കേരളത്തിലെ തീരുമാനങ്ങൾ ഒന്ന് പറഞ്ഞു പോട്ടെ. അതായത് തുറമുഖ സെക്രട്ടറി, ഞാൻ ഇതൊന്ന് പറഞ്ഞു പോട്ടെ. തുറമുഖ സെക്രട്ടറി രത്തൻ കേൽക്കർ എഴുതുന്ന ഫയൽ തുറമുഖ മന്ത്രിയായ വി ഡി സതീശന് ലഭിക്കുന്നു. മുഖ്യമന്ത്രിയായ സതീശന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നിവർത്തിക്കാൻ വീണ്ടും സെക്രട്ടറിക്ക് വിടാം. സെക്രട്ടറി തിരിച്ചു നൽകുന്ന ആ ഫയൽ ധനകാര്യമന്ത്രിയായ സതീശനിലെത്തുന്നു. അത് പരിശോധിക്കുന്നു. അതിനുശേഷം വീണ്ടും മുഖ്യമന്ത്രിയായ സതീശന്റെ പക്കലേക്ക് എത്തുന്നു. തുടർന്ന് ഈ നിയമമന്ത്രിയായ സതീശൻ അത് പരിശോധിച്ച് ഒടുവിൽ മുഖ്യമന്ത്രിയായ വി ഡി സതീശനിലേക്ക് എത്തുന്നു. അതായത് നമ്മളിങ്ങനെ നോക്കുമ്പം ഇതെല്ലാം ഇങ്ങനെ കിടന്ന് കറങ്ങാണ്. രത്തൻ കേൽക്കറിൽ നിന്ന് പോയത് വി ഡി സതീശനിൽ തന്നെ കിടന്ന് കറങ്ങാണ്. അല്ലെ, ഇതിലെ വേറൊരു അപകടം തന്നെ, ഇതിൽ നമ്മൾ കാണാത്തൊരു അപകടം, ഇതിന്റെ ഒരു PR വർക്കാണ് അപകടകരമായത്. ഇപ്പൊ നേരത്തെ നമ്മൾ ഈ പറയുന്ന കാര്യമില്ലെന്നാണ് ബിനോയ് പറയുന്നത്. അതായത് ഇക്കാര്യമില്ല, പ്രത്യേകിച്ച് റോളില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇതാണ് PR വർക്ക്. ഇതിന്റെ ഒരു PR വർക്കിന്റെ അപകടമാണ് ഈ രണ്ട് സുഹൃത്തുക്കളുടെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇവർ നടത്തുന്ന PR വർക്ക് എന്താണ്? കേരളത്തിന്റെ വിഴിഞ്ഞമിത വളർന്ന് ഒറ്റ ദിവസം കൊണ്ട്, അതായത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ വലിയ നേട്ടത്തിന് ശേഷം ഒരൊറ്റ മാസം കൊണ്ട് ശ്രീ വി ഡി സതീശൻ വരുന്നു. അതുവരെ അദാനിക്ക് മുമ്പിൽ കരാറില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം ഒരു കരാറുമായിട്ട് ഈ കേരളത്തിലെ സർക്കാരിന്റെ മുമ്പിലേക്ക് വരാനുള്ള ധൈര്യം അദാനിക്കുണ്ടായില്ല? 16,000 കോടി 15,000 കോടിയുടെ ഒക്കെ ബിസിനസ് ഡീല് ഒരു കമ്പനിയും മറ്റൊരു കമ്പനിയും നടക്കണമെങ്കിൽ ഒരു ദിവസത്തെ 2 ദിവസത്തെ ചർച്ച കൊണ്ട് നടക്കൂല. എന്ന് സാമാന്യ ഒരു മാസത്തെ ചർച്ച പോരാ, ഇത് വർഷങ്ങളുടെ ചർച്ചയാണ്. അപ്പൊ ഈ ബിസിനസിന്റെ ഒരു ഫുൾ പ്ലാൻ ആണ് നമ്മുടെ മുമ്പിൽ തെളിയുന്നത്. കേരളത്തെ വിൽക്കുക എന്നുള്ളതാണ്. ഇത് വിഴിഞ്ഞം മാത്രമായിട്ട് നിൽക്കുകയല്ല, കേരളത്തെ വിൽക്കുക. എന്നിട്ട് ഇതിന്റെ PR വർക്ക്, അതാണ് ഏറ്റവും അപകടം. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ പച്ചക്കള്ളങ്ങൾ ഇങ്ങനെ കാണിക്കും. ഇതാ കേരളത്തിന്റെ ഇതിൽ 13,000 കോടിയുടെ ടേൺ വരുന്നു. ആർക്ക് വരുന്നു? അദാനിക്ക് വരുന്നു. എന്നിട്ട് ആ അദാനി 5,000 കോടി മുടക്കി, 5,595 കോടി മുടക്കിയ കേരളം ഇപ്പോഴും 51%. കേരളത്തിന്റെ ഷെയറിൽ നിൽക്കുക. അദാനിയുടെ ഷെയർ 2,500 കോടി മുടക്കിയ അദാനിയുടെ ഷെയറിന്റെ 50% 13,000 വർദ്ധിച്ചു. 13,000 കോടിയായി വർദ്ധിച്ചു. എന്നിട്ട് ഇനി കേരളത്തിന് കിട്ടാൻ പോകുന്നത്, അന്ന് ഉമ്മൻചാണ്ടി ഉണ്ടാക്കി വെച്ച കരാറ്, കേരളത്തിന് കിട്ടാൻ പോകുന്നത് 16 കൊല്ലം കഴിഞ്ഞ 1%. അങ്ങനെ കൂടി ഓരോ വർഷവും 1% കൂടി 50% അല്ലെങ്കിൽ 30% കിട്ടണമെങ്കിൽ 50 കൊല്ലം കഴിയണം. 50 കൊല്ലവും 30 കൊല്ലവും കഴിഞ്ഞ് കിട്ടുമ്പോഴത്തിനും ഇത് ലക്ഷങ്ങളുടെ കോടികളുടെ ബിസിനസ് ആയിട്ടുണ്ടാവും. ഈ MSC കമ്പനി കേരളം തന്നെ മൊത്തം ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. പിന്നെ അദ്ദേഹം നേരത്തെ BJP പ്രതിനിധി പറഞ്ഞു വലിയൊരു അപകടമുണ്ട്, അത് നമ്മൾ കാണാതിരുന്നൂടാ. ഗവൺമെന്റ് ഇതിൽ നിന്നൊക്കെ പിന്മാറണം. പിന്നെന്തിനാ ഗവൺമെന്റ്? ലോകത്ത് മുതലാളിത്ത രാഷ്ട്രങ്ങളിൽ വരെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് പിന്നെ ഇവിടെ ഗവൺമെന്റിന്റെ റോൾ എന്താണ്? ഇപ്പൊ BJP പ്രതിനിധി പറയുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ എന്നാ പിന്നെ മുതലാളിമാർ ഭരിച്ചാൽ പോരായിരുന്നു? എന്തിനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടു പോയി വോട്ട് ചെയ്ത് ജനാധിപത്യ പ്രക്രിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതെന്നുള്ള ചോദ്യം എവിടെയുണ്ട്? യെസ്, നമ്മളിവിടെ തെരഞ്ഞെടുപ്പ് നടത്തുകയോ